എന്താണ് ഭാര്യ, ഭർത്തുവിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കഴിഞ്ഞോ? എങ്കിൽ ഇറങ്ങാമായിരുന്നു, മഹി പറഞ്ഞു. അയ്യോ, നോക്കാൻ പറ്റിയൊരു ചളുക്ക്. പാറു ചമ്മൽ മറച്ചു വെച്ച് മഹിയെ നല്ല പോലെ പുച്ഛിച്ചു വിട്ടു. പുറത്തേക്കിറങ്ങി കാറിൽ കയറാൻ പോയി. അതെ, എങ്ങോട്ടാ? നമ്മൾ അതിലല്ല പോണ്, ഇതിലാണ്. മഹി അടുത്ത് കിടക്കുന്ന ബുള്ളറ്റിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. എന്താ? ഞാൻ വരൂല, പാറു തറപ്പിച്ച് പറഞ്ഞു. വന്നില്ലേ, തൂക്കിയെടുത്തോണ്ട് പോവാൻ എനിക്കറിയാം, മഹി ബുള്ളറ്റിൽ ചാരി എന്നുകൊണ്ട് പറഞ്ഞു. അതെനിക്കിതിൽ ഇരിക്കാൻ അറിഞ്ഞൂടാ, പാറു പറഞ്ഞു. ഇതിനു മുമ്പ് നീ കോളേജിൽ പോയത് എയ്റോപ്ലെയിനിലാണോ? മഹി ഒറ്റ പിരികം പൊക്കി ചോദിച്ചു. താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തൻ്റെ ഒപ്പം ഇതിൽ വരില്ല, പാറു മുഖം തിരിച്ചു മാറിൽ കൈകെട്ടി പറഞ്ഞു. വാശി വേണ കുട്ടാ, വന്നില്ലേ മഹി തൂക്കിക്കൊണ്ട് പോവാൻ അറിയാനിട്ടല്ല. ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാ, നിന്റെ സിദ്ധാർത്ഥിനെ പോലെ അത് മാറ്റാൻ പറ്റില്ല, മഹി അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ദേ, എൻ്റെ സിദ്ധുവിനെ പറഞ്ഞുണ്ടല്ലോ, തന്നെ പോലെ ചീപ്പല്ല എൻ്റെ സിദ്ധു. ഒരിക്കലും എന്നെ നോക്കി കമൻ്റ് അടിച്ച് എന്നെ വീട്ടിൽ കയറി തല്ലിയവനാ സിദ്ധു. പിന്നെ താൻ എന്നോട് ചെയ്തത് അവൻ അറിഞ്ഞ തന്നെ അവൻ പച്ചയ്ക്ക് കത്തിക്കും, പാറു പുച്ഛത്തോടെ പറഞ്ഞു. ആണോ? പാറു, നീ വായിക്കാൻ നിൽക്കണ്ട, നിനക്കിപ്പോൾ എന്താ, കാറിൽ പോകണം, അത്രയുള്ളൂ. ഇവിടെ നിൽക്കും, ഞാൻ പോയി കീ എടുത്തുകൊണ്ട് വരാം. പ്രശ്നം ശരിയല്ലെന്ന് കണ്ട് മഹി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പാറു വേഗം കാറിൽ കയറിയിരുന്നു. മഹി കാർ സ്റ്റാർട്ട് ചെയ്തു. കാറിൽ എന്തെന്നില്ലാത്ത മൗനം തളം കെട്ടി നിന്നു. മഹിയുടെ കണ്ണുകളിടയ്ക്കിടെ പാറുവിനെ നേരെ പാറി വീഴുന്നുണ്ട്. എന്നാൽ പാറു ഒരു നോട്ടം കൊണ്ട് പോലും അവനെ കടാക്ഷിച്ചില്ല. മഹിയുടെ കാർ നേരെ പോയിരുന്നത് MK മാളിലാണ്. നമ്മളെന്താ ഇവിടെ? പാറു സംശയത്തോടെ ചോദിച്ചു. തുണി അലക്കാൻ വന്നതാ എൻ്റെ പൊന്നു പാറു, മാളിൽ എന്താ വരിക? അതിന് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യണം, മഹി പറഞ്ഞു. എനിക്കിപ്പോൾ ആവശ്യത്തിലധികം ഡ്രസ്സുണ്ട്, പാറു പറഞ്ഞു. അതെ, നാളെ നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷനാണ്, ബ്ലൂ സ്റ്റാർ ഹോട്ടലിൽ, മഹി പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു. വാട്ട്? പാറു പെട്ടെന്ന് ചോദിച്ചു. അതെ, കല്യാണം കഴിഞ്ഞ് അത്ര നല്ല സാഹചര്യത്തിലായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അധികം ആരും അറിഞ്ഞിട്ടില്ല. സോ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ കുറച്ച് പേര് മാത്രം, മഹി പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ ഇന്ന് ഞാൻ, പാറു മഹിക്ക് നേരെ കൈ ഓങ്ങി. പാറു ഇറങ്ങ്, ഉള്ളിൽ കിച്ചനും കാശി അമ്മും വിധവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മഹി പാറുവിന് ഡോർ തുറന്നു കൊടുക്കുന്നു. ഇരുവരും ഉള്ളിൽ കയറിയപ്പോൾ കണ്ടു തങ്ങളെ നോക്കിയിരിക്കുന്നവരെ. എന്നാലും എൻ്റെ ഏട്ടാ, കല്യാണം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ട് റിസപ്ഷൻ വയ്ക്കുന്ന ആദ്യമായിട്ടേ ഇരിക്കും, മഹിയുടെ തോളിൽ പിടിച്ച് കാശി പറഞ്ഞു. ഡാടാ, മഹി അവൻ്റെ കൈയെടുത്ത് മാറ്റി. അപ്പോഴേക്ക് അമ്മും വിധുവും ഓടി വന്ന് പാറുവിനെ കെട്ടിപ്പിടിച്ചു. ആ ഏട്ടത്തി, ഞാൻ അമ്മു, ഞാൻ വിധു. ഇരുവരും പാറുവിൽ നിന്ന് വിട്ടുമാറി പറഞ്ഞു. പാറു ഇരുവർക്കുമായി പുഞ്ചിരി സമ്മാനിച്ചു. ഏട്ടത്തിയുടെ ചിരി കാണാൻ എന്ത് ഭംഗിയാ, നുണക്കുയൊക്കെ വിടരുന്നു, അമ്മു പാറുവിൻ്റെ കവിളിൽ തൊട്ടു പറഞ്ഞു. അതെ ഏട്ടത്തി, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, വിധുവും പറഞ്ഞു. ഇന്നലെ ഇതെല്ലാം കണ്ട് അവിടെ വേറൊരാൾക്ക് കുശുമ്പ് കുത്തുന്നുണ്ടായിരുന്നു. മാറടി എൻ്റെ ഏട്ടത്തിയുടെ അടുത്തുനിന്ന്, കാശി പാറുവിനെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു. ഒന്ന് പോട ചക്ക, നിന്റെ മാത്രമല്ല ഞങ്ങളുടെ ഏട്ടത്തിയ എന്ന് വിധു പറഞ്ഞു. പിന്നീട് അവിടെ പാറുവിന് വേണ്ടി അടിയും തല്ലുമായിരുന്നു. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ, ഇതെൻ്റെ ഭാര്യ, എനിക്കുള്ള അവകാശം കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് മഹി പാറുവിനെ തൻ്റെ അടുത്തേക്ക് ചേർത്തു. പിന്നീട് അവർ ഡ്രസ്സ് എടുക്കാൻ പോയി. സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിരുന്നു റിസപ്ഷന്. പാറുവിന് മുന്നിൽ ഡ്രസ്സുകളെല്ലാം കൂമ്പാരം പോലെ കിടന്നു. അവൾക്കെന്നാൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പാറുവിന് മുന്നിൽ മാത്രമല്ല, വിധുവിൻ്റെയും അമ്മുവിൻ്റെയും മുന്നിലും ഉണ്ട്. നമ്മുടെ ആണുങ്ങൾ ഇവരുടെ ഷോപ്പിംഗ് കണ്ട് കണ്ണും തള്ളി ഇരിക്കുവാണ്. അവസാനം മഹി തന്നെ പാറുവിനെ ഒരു ഹെവി ലെഹങ്ക എടുത്തു. ആദ്യം എതിർത്തെങ്കിലും അതിഷ്ടമായോണ്ട് അതെടുത്തു. അമ്മും വിധുവും സ്കൈ ബ്ലൂ ഷിഫോൺ സാരി എടുത്തു. മെൻസിൻ്റെ സെക്ഷനിൽ പോയി മഹിക്ക് വൈറ്റ് ഷർട്ടും സ്കൈ ബ്ലൂ ബ്ലേസറും പാൻറ്റും എടുത്തു. ബാക്കിയുള്ള ആണുങ്ങൾക്ക് വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റും എടുത്തു. റിസപ്ഷനിലുള്ള ഡ്രസ്സെല്ലാം എടുത്തു. എല്ലാവരും മടങ്ങി. കിച്ചനും മഹിയും ഏതോ ഫയൽ ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ നിന്നും ആ ദിവസം മനയിലെ വിരുന്നും മറ്റുമായി കടന്നു പോയി. പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റു. പാറുവൻ ശരീരത്തിൽ എന്തോ ചൂട് പിടിച്ചു കണ്ടപ്പോൾ അവൾ മറുഭാഗത്ത് നോക്കി കണ്ടു. വട്ടം പിടിച്ച് കിടക്കുന്ന മഹിയെ. എന്തോ അവൾക്ക് അവനോട് പുച്ഛം തോന്നിപ്പോയി. ആ നിമിഷം, എന്താണ് ഭാര്യ, എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാണോ? മഹി കണ്ണ് തുറക്കാതെ തന്നെ ചോദിച്ചു. പെട്ടെന്ന് തന്നെ പാറുവിൻ്റെ കൈ തട്ടി മാറ്റി ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി. കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴും മഹി
ഫാനിൽ നോക്കി കിടപ്പായിരുന്നു. മുഖത്ത് വെള്ളത്തുള്ളികൾ പതിച്ചപ്പോഴാണ് മഹി ആലോചനയിൽ നിന്നുണർന്നത്. അവൻ നോക്കിയപ്പോൾ കണ്ടു ഒരു സ്ലീവ്ലെസ് പിസ്ത ഗ്രീൻ ചുരിദാർ ടോപ്പും പലേസയുമായിരുന്നു വേഷം. ഇടതൂർന്ന ഈറൻ മുടി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തുടയ്ക്കുവാണ് അവൾ. മഹി ഒന്ന് നോക്കി ടവൽ ചെയറിൽ വിരിച്ചിട്ട് പുറത്തേക്ക് പോയി. മഹിക്ക് പിന്നെ ഇതൊന്നും പുത്തിരിയില്ലാത്തത് കൊണ്ട് അവനേറ്റ് ഫ്രഷ് ആവാൻ പോയി. പാറു താഴേക്ക് ചെന്നപ്പോൾ കണ്ടു ഫുഡ് അടിച്ച് കയറ്റുന്ന കാശിയെ, അമ്മുവിനെയും വിധുവിനെയും. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. 3 ബസന്തി സ്റ്റൈൽ ചിരിയും കാട്ടി പറഞ്ഞു. പാറുവിന് അവരുടെ വേഷം കണ്ടിട്ട് ചിരിക്കണോ വേണ്ടിയെന്ന് പറഞ്ഞു നിൽക്കുവാണ്. കണ്ടാൽ തന്നെ പറയും കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുവാണെന്ന്. രാവിലെ തന്നെ ലാൻഡായല്ലോ. 3 കുളിച്ചോടോ നീ? പാറു കാശിയുടെ തലമുടിയിൽ കൈകോർത്ത് ചോദിച്ചു. പിന്നെ പല്ല് തേച്ചെന്ന് വലിയ കാര്യം, പിന്നെയാണോ കുളി? മഹിയായിരുന്നു. മഹിയെ കണ്ടതും പാറു അടുക്കളയിൽ പോയി. എൻ്റെ ഏട്ടാ, നിങ്ങൾ ഏട്ടത്തി എന്തെങ്കിലും വളയ്ക്കുമോ? അല്ലെങ്കിൽ ഏട്ടത്തിയുടെ പാട്ടിന് ഫിൻലാൻഡിൽ പോകും. വിധു ചിക്കൻ കാൽ വായിൽ വെച്ച് പറഞ്ഞു. ദേ പന്ന കുരിപ്പുകളെ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നിട്ട് വല്ല നന്ദിയുണ്ടോ നോക്കിക്കേ. മഹി അവരുടെ അടുത്തുള്ള ചെയർ വലിച്ചിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. എന്തെങ്കിലും നിരഞ്ജേട്ടൻ പറയുന്നു കേൾക്കാൻ നിന്നിട്ടുണ്ടോ? മഹിയേട്ടൻ കേട്ടില്ലെങ്കിലേ നിരഞ്ജേട്ടൻ വന്ന് കെട്ടിക്കൊണ്ട് പോയതിനെ ഏട്ടത്തിയെ, അമ്മു പറഞ്ഞു. ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? കാശി ചോദിച്ചു. അതെ, നിരഞ്ജേട്ടൻ ഞങ്ങളെ പൊന്നുപോലെയാ നോക്കിയത്. പെങ്ങളെപ്പോലെ ഞങ്ങളോട് ഇവിടെ നടക്കുന്നുണ്ടെന്ന് വന്ന് പറയും, അമ്മു പറഞ്ഞു. മഹിക്ക് എന്തോ നിരഞ്ജൻ ആലോചിച്ചപ്പോൾ വിഷമം വന്ന് മൂടുന്നതറിഞ്ഞു. അടുക്കളയിൽ പോയപ്പോൾ ദേവി തിരക്കിട്ട പണിയിലായിരുന്നു. പാറു പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. വിട്ടേ പാറു, കൊഞ്ചാ നിക്കല്ലേ. ദേവി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഔ, അമ്മക്ക് എങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഞാനാണെന്ന് മനസ്സിലായി? പാറു അതിശയത്തോട് ചോദിച്ചു. കാരണം ഞാൻ നിന്റെ അമ്മയായോണ്ട്. ദേവി പാറുവിൻ്റെ കവിളിൽ പിടിച്ചു പറഞ്ഞു. അല്ല, മോള് അവിടെ ഈ സമയത്താണോ എണീക്കുന്നേ? ദേവി കൈകേറ്റിക്കൊണ്ട് ചോദിച്ചു. അല്ല അമ്മേ, നേരത്തെ എണീക്കും. ഇന്നെന്തോ ഉറങ്ങിപ്പോയി, പാറു പറഞ്ഞു. സമയം കടന്നുപോയി. ഏകദേശം ഉച്ചയോടടുത്തു. എക്സാം സമയമായതുകൊണ്ട് കാശിക്ക് കോളേജ് ലീവാണ്. അമ്മും വിധുവും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ക്ഷീണം ഉറങ്ങി തീർക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ മാഹിയുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. പാറു അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് മാഹിയാണ് പോയി നോക്കിയത്. ആദ്യം കാറിൽ നിന്നിറങ്ങിയത് ഒരു വൃദ്ധനായിരുന്നു. പിന്നീട് കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടപ്പോൾ ഒന്ന് ശങ്കിച്ചെങ്കിലും പിന്നീട് അതാരാണെന്ന് മാഹിക്ക് മനസ്സിലായി. എന്നാലും മാഹി ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു. ആരാ, മനസ്സിലായില്ല? അപ്പോഴാണ് പാറുവും മറ്റുള്ളവരും പുറത്തേക്ക് വന്നത്. താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന പാറുവിനെ കാണെ മുറ്റത്ത് നിന്നുള്ള അതിശയം പ്രകടമായി. പാറുവിനും അവരെ ഇവിടെ കണ്ടതിൻ്റെ ഞെട്ടലിലാണ്. ഒരു നിമിഷത്തെ ഞെട്ടൽ മാറിയതും അവൾ ഓടിപ്പോയി ആ വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശ! ഒരു പൊട്ടിക്കരച്ചിലൂടെ പാറു അയാളുടെ നെഞ്ചിൽ ചാഞ്ഞു. അവളെ ചേർത്ത് തലമുടിയിൽ തഴുകാൻ അയാൾ മറന്നില്ല. എന്താ പാറു ഇത്? വല്ലവരും വല്ലതും പറഞ്ഞെന്ന് വെച്ച് മുത്തശ്ശൻ്റെ കുട്ടി അങ്ങനെ വീട് വിട്ടു പോണു വേണ്ട. ഈ വൃദ്ധനെ പറ്റിയെങ്കിൽ ഓർത്തു നീ? വിശ്വനാഥൻ പറഞ്ഞു. സോറി മുത്തശ്ശ, എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാനാ തോന്നി, അവൾ പറഞ്ഞു. പെട്ടെന്ന് അവളെ വലിച്ച് കരണ കുറ്റി ഒരടി കൊടുത്ത് ചെവിക്കകത്ത് മൂളൽ പോലെ തോന്നി. പാറുവിന് അത് മാറിയതും അവൾ തലയോർത്തി നോക്കി. അച്ചുവിട്ടൻ! ഓഹോ, നമ്മളെ മറന്നിട്ടില്ല കണ്ണ ഇവള്. എല്ലാരെയും പീഡിപ്പിച്ചിട്ട് നിൽക്കണം. നെപ്പ് നോക്കിക്കേ, ഒന്നുകൂടെ തരാനാ തോന്നണേ. അച്ചു പറഞ്ഞു കഴിഞ്ഞതും പാറു പോയവർ 3 പേരെയും കെട്ടിപ്പിടിച്ചു. അവരും അവളെ പൊതിഞ്ഞു പിടിച്ചു. അപ്പോഴാണ് പാറു മാറി തല താഴ്ത്തി നിൽക്കുന്ന രുദ്രനെ കണ്ടത്. അവളുടെ അറിവിലുള്ള രുദ്രൻ ആരുടെയും മുന്നിൽ തല താഴ്ത്താറില്ല. അവൾ രുദ്രൻ്റെ അടുത്ത് പോയി അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ളതിനാൽ അവനൊന്ന് ഞെട്ടി. സോറി വാവേ, ഏട്ടൻ അറിയാതെ, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരില്ല ഏട്ടാ, അതൊക്കെ കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അവൾ പുഞ്ചിരിയോട് പറഞ്ഞു. അത് മറ്റുള്ളവരിൽ അതിശയം നിറച്ചെങ്കിലും അപ്പൂനും കണ്ണനും അച്ഛനും രുദ്രനും എല്ലാം ചുണ്ടിലൊരു 100 പുഞ്ചിരി വിരിഞ്ഞു. എന്നാലും എൻ്റെ കൊച്ചി, നീ ഞങ്ങളെ തീറ്റിപ്പിച്ചു. ദേവികയായിരുന്നു. സോറി ദൈവമേ, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അല്ല, നിന്റെ ഈ താലി? പ്രിയായിരുന്നു. അപ്പോഴാണ് അവർ മാഹി വരുന്നത് കണ്ടത്. മാഹി പെട്ടെന്ന് മുത്തശ്ശൻ്റെ കാലിൽ വീണു. എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. പക്ഷെ പാറുവിൻ്റെയും കിച്ചൻ്റെയും ദേവിൻ്റെയും ജോണിൻ്റെയും അജുവിൻ്റെയും കിളിയൊക്കെ പറന്നു. എന്താ കുട്ടിയെ, എണീക്കുക. നീ ആരാ? വിഷൻ പറഞ്ഞു. ഞാൻ പാറുവിൻ്റെ ഭർത്താവാണ്, മാഹി പറഞ്ഞു. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഒക്കത്തിന് ഈ ബോധം ഇപ്പോൾ പോവും എന്ന അവസ്ഥയാണ്. വേറെ 4 എണ്ണത്തിൻ്റെയും കിളിയൊക്കെ കൂടും കൊടുക്കുകയും എടുത്ത് ടാറ്റ ബൈബി പറഞ്ഞു
തെക്കോട്ടും വടക്കോട്ടും പോയെന്നാ കേട്ട്. എന്താ മോനെ, തമാശ പറയാണോ? ശിവരാമൻ ചോദിച്ചു. അല്ല, സത്യാണ്. നിങ്ങളിവിടെ നിൽക്കാതെ അകത്തേക്ക് വരൂ, എല്ലാം വിശദമായി പറഞ്ഞു തരാം. പാറുവായിരുന്നു. പിന്നീട് എല്ലാവരെയും കൂടെ അകത്ത് കയറി പാറു എല്ലാവരോടും പറഞ്ഞു. ചിലതൊഴിച്ച് എല്ലാവർക്കും എന്തോ വിഷമമായി. എന്നാൽ അവൾ സുരക്ഷിതമായ കൈകളിലാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷവും. അപ്പോൾ ദേവി ഇവിടെ ഉണ്ടോ? ശിവരാമനായിരുന്നു. എൻ്റെ പൊന്നച്ച, കിഴവനായിട്ട് ആക്രാന്തത്തിനൊരു കുറവില്ലല്ലേ? കണ്ണം പറഞ്ഞു. ഒന്ന് പോട ചേർക്ക. അവളോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കണം. നിനക്കുമില്ലേ നിന്റെ അമ്മയെ കാണുന്നെന്ന്. ആ സമയം മാഹിയുടെ വീടിന് മുന്നിൽ വേറൊരു കാർ കൂടെ വന്നു നിന്നു. എല്ലാവരുടെയും മുഖം സംശയത്താൽ ചുളിഞ്ഞു. പാറു പോയി ആരാണെന്ന് നോക്കി. കാറിൽ നിറങ്ങിയ ആളുകളെ കണ്ട ഒരേ സമയം സന്തോഷവും കൂടെ പരിഭ്രവും തോന്നി. ശ്രീയച്ഛനും മധുമ്മയും സിദ്ധുവുമായിരുന്നു. ശ്രീയച്ഛനെ കണ്ടതാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടലുളവാക്കിയത്. പാറു ആലോചിച്ചു. ഒരു നിമിഷം ശ്രീയച്ഛന് നൽകിയ വാക്ക് അവൾ ഓർത്തു. പിന്നീട് വേഗം ഓടിപ്പോയി സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു. ഡി കാന്താരി, നീ അവനെ മാത്രമേ കണ്ടുള്ളൂ? ശ്രീയായിരുന്നു. ശ്രീയച്ഛ, വേണ്ട വേണ്ട, വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് 1 മാസം കാണാതിരുന്ന അവനല്ലേ ആദ്യം നീ പോയി കെട്ടിപ്പിടിച്ച്. കെട്ടിപ്പിടിക്കാൻ പോയ പാറുവിനെ തടഞ്ഞു അവിടെ ദേഷ്യം കാണിച്ച് ശ്രീ പറഞ്ഞു. പുറത്തു പോയ പാറുവിനെ കാണാതെ വന്നതാരെന്നറിയാനുള്ള ത്വര കൊണ്ട് ഉള്ളിലുള്ളവരെല്ലാം പുറത്തു വന്നു. പുറത്തേക്ക് വന്ന മാഹിയുടെയും കൂട്ടുകാരുടെയും ശിവരാമൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. മൈക്ക് സിദ്ധുവിനെ കണ്ടിട്ടാണെങ്കിൽ ശ്രീകാന്തിനെ കണ്ടിട്ടായിരുന്നു. ശിവരാമന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മാഹിയും കൂട്ടനും കണ്ടപ്പോൾ അവർ 3 പേരും മൃദുലമായ പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ ശിവരാമനും മാഹിയും കൂട്ടരും നിന്ന് വിയർത്തു. സിദ്ധു അല്ലേ അത്? സിദ്ധു അല്ല, അത് രുദ്രനായിരുന്നു. ആ, അവൻ തന്നെ. അല്ല, അവനെന്താ ഇവിടെ? അവൻ സിംഗപ്പൂർ ആയിരുന്നല്ലേ പറഞ്ഞേ? കണ്ണൻ ചോദിച്ചു. എടാ, അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് അവൻ വരാതിരിക്കോ? ആകാശ് കൂട്ടിച്ചേർത്തു. അല്ലടാ, ഇളയച്ചനാളിയനെന്താ ഇങ്ങനെ വിറക്കണേ? അക്ഷയ് കണ്ണൻ്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. അതിപ്പോൾ ചൂടുകാലല്ലേ, അതുകൊണ്ടായിരിക്കും, കണ്ണൻ പറഞ്ഞു. എന്നാൽ നമ്മളും വിറക്കണ്ടല്ലേ? അതെന്താ അവർ മാത്രം? എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അക്ഷയ് എന്തോ കടിപ്പിച്ചു പോലെ പറഞ്ഞു. എന്താടാ, നിനക്ക് രുദ്രൻ്റെ സ്വഭാവം തുടങ്ങിയോ? ആകാശ് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീയും മധുവും പാറുവും സിദ്ധുവും അവർക്കടുത്തെത്തി. മഹിക്ക് കൈ കൊടുത്തു. ഹലോ, ഞാനാരെന്ന് മനസ്സിലാവും തനിക്ക്? മനസ്സിലായെന്നോ? എന്ത് ചോദ്യ സാർ? ആദ്യ ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ അറിയാത്ത ആരിലുണ്ടാകൂ? ബിസിനസ് ഇൻഡസ്ട്രിയിൽ മാഹി വിനയപൂർവ്വം പറഞ്ഞു. ഏയ് മാഹി, താൻ എന്നെ സാറെന്ന് വിളിക്കണ്ട, അങ്കിളെന്ന് വിളിച്ചോളൂ, ശ്രീ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്താണ് ശിവ, ഓർമ്മയുണ്ടോ? ശ്രീ ചോദിച്ചു. ആ ശ്രീ, ശിവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. ഒരു നിമിഷം അയാൾ 18 വർഷം പുറകിൽ പോയി. ശിവ, താൻ എൻ്റെ മോളെ കൊണ്ടുപോകുന്ന കൊള്ളാം. ഞാൻ മോളെ കാണാൻ വരില്ല, പക്ഷേ ഞാൻ വരുന്നാണ് മോളെ എൻ്റെ ഒപ്പം വന്നിരിക്കണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, കുട്ടികളെ വൈകിട്ട് റിസപ്ഷൻ എത്താം. വിഷന്റെ വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഏയ് ശിവ, എനിക്ക് തന്നെ കുറിച്ച് സംസാരിക്കണം, ഒഫീഷ്യലാണ്. അച്ഛാ, നിങ്ങൾ പോക്കോ, ഞാൻ വന്നോളാം, ശിവൻ പറഞ്ഞു. പിന്നീട് ദേവമംഗലം ഇറങ്ങി. എന്താ ശ്രീ, എന്തേലും? ആദ്യം നീ മധുമയെ കൂട്ടി പോയി ചായ എടുത്തിട്ട് വാ, ഞാൻ കുറച്ച് സംസാരിക്കണം. പാറുവിൻ്റെ കണ്ണുകൾ കുറുകി. അവൾ മധുവിനെയും കൂട്ടി അകത്ത് പോയി. അവരുടെ പിറകിൽ പോവാൻ നിന്ന മഹിയെയും കൂട്ടരെയും സിദ്ധു തടഞ്ഞു. ഏയ് അളിയ, പോവല്ലേ, ഞങ്ങൾക്ക് അളിയനോടും കൂടി സംസാരിക്കണം. മഹി അവൻ്റെ അളിയ വിളിയിൽ ഞെട്ടി. മഹി മാത്രമല്ല, ബാക്കിയുള്ളവരും. ഒരു നിമിഷം മഹിയിൽ ഇന്നലെ പാറു പറഞ്ഞ കാര്യങ്ങൾ വന്നു. മഹി, എനിക്കറിയാം മഹിയുടെ മനസ്സിൽ എന്താണെന്ന്. പിന്നെ എൻ്റെ ആദ്യം എത്തിപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം, സിദ്ധു ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ തന്നോട് കുറെ കാര്യങ്ങൾ പറയണം. കാരണം സിദ്ധു ഇത്രയും കാലം ആദിക്ക് കാവലായി, എന്നാൽ ഇനി അവളെ നിങ്ങൾക്ക് മാത്രം രക്ഷിക്കാനാവൂ. ശ്രീയുടെ മുഖം ഗൗരവത്തിലായി. അത് കണ്ട് എല്ലാവരും അയാളുടെ വാക്കുകൾക്കായി ചെവി കൂർപ്പിച്ചു. ആദിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡന്റ് സ്വാഭാവികമല്ല. വാട്ട്? ബാലുവിൻ്റെ ആക്സിഡന്റ്? ശിവരാമനായിരുന്നു. യാ, ഇറ്റ്സ് എ പ്ലാനഡ് മർഡർ. ഇപ്പോൾ അവർ ആദിയുടെ പിറകെയാണ്. ദാറ്റ്സ് വൈ ഞങ്ങൾ ആദ്യ ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. ബിക്കോസ് മരണം അവളുടെ കയ്യെത്തും ദൂരത്തുണ്ട്. പക്ഷെ അങ്കിൾ, ബാലചന്ദ്രൻ മോളായിട്ടല്ലേ പാറു വളർന്നത്? കംപ്ലീറ്റ് ഐഡന്റിറ്റി മാറിയിട്ടില്ലേ? മായി ചോദിച്ചു. അതെ, ബട്ട് ബാലചന്ദ്രൻ്റെ ഫ്രണ്ടായ ശിവരാമൻ്റെ ഐഡന്റിറ്റി മാറിയിട്ടില്ലല്ലോ, സിദ്ധു സിറ്റ് ഔട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു. പക്ഷേ ബാലചന്ദ്രനിൽ നിന്ന് പാറു വരെ എത്താനുള്ള ശത്രുത ആർക്കുള്ളത്? കിച്ചൻ ചോദിച്ചു. ഒറ്റുത്തരമേ ഉള്ളൂ, ദേവാംശിക് രുദ്രദേവ്, ദി കിങ് ഓഫ് ഓഡിയംബർ. പക്ഷേ അത് ശത്രുതയല്ല, പ്രണയം.
സിദ്ധു പറഞ്ഞു. എല്ലാവരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി. എന്നാൽ ആർഡി എന്ന പേരിൽ മാഹിയുടെ ഞാടി നരമ്പുകൾ വലിഞ്ഞു മുറുകി. സത്യം പറഞ്ഞ ആദിക്ക് ഞങ്ങൾ മാത്രമല്ല ബന്ധുക്കള്, അവളുടെ അച്ഛൻ്റെ സഹോദരിയുണ്ട് രാധിക, അവരുടെ മോനാണ് പക്ഷേ ആദിക്ക് ഇക്കാര്യം അറിയില്ല, അവൾ അറിയാൻ പാടില്ല. ശ്രീ പറയുന്ന കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ ചുരുങ്ങി. അപ്പോൾ പാറുവിൻ്റെ മുത്തശ്ശിയും ബാലു ഒരു വലിയ കുടുംബത്തിലെയാണ്, പറഞ്ഞറിയും. ചെമ്പകശ്ശേരി, ബാലുവിൻ്റെ അച്ഛൻ ചെമ്പകശ്ശേരി മാധവമേനോൻ നാട്ടിൽ നേതാവാണ്. അദ്ദേഹം പറയുന്നതാണ് ആ നാട്ടിലെ അവസാന വാക്ക്. ബാലുവിനും അതിൻ്റെ ബഹുമാനം കിട്ടുമായിരുന്നു. ബാലുവിൻ്റെ ആത്മമിത്രങ്ങളായിരുന്നു ഞാനും ബാലുവും രാമുവും. MBA കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അമ്മ ശ്രീദേവിയുടെ ജനനത്തിൽ മരിച്ചു പോയിരുന്നു. ഞാനും അച്ഛനും ശ്രീകുട്ടിയും ഒരു തരത്തിലുള്ള വേദനയും അറിയിച്ചില്ല. അച്ഛൻ്റെ വേർപാട് എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കാരണം ശ്രീകുട്ടി എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും ബാലുവും കൂടെ ഒരു ബിസിനസ് തുടങ്ങി. രാമു പിന്നെ കുടുംബ ബിസിനസ്സായിരുന്നു. അച്ഛൻ മരിച്ചൊരു വർഷം തികയുന്നതിൻ്റെ അന്ന് ബാലു എന്നോടൊരു കാര്യം ചോദിച്ചു, ശ്രീദേവി എനിക്ക് തരുമോ എന്ന്. ആദ്യം എനിക്ക് ഭയമായിരുന്നു ബാലുവിൻ്റെ വീട്ടുകാരെ ഓർത്ത്. കാരണം സമ്പത്ത് കൊണ്ടാണെങ്കിലും കുടുംബമഹിമ കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള ബന്ധമായിരുന്നു ബാലുവിൻ്റേത്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ലായിരുന്നു അവൻ്റെ വീട്ടുകാരുടെ പ്രതികരണം.